തങ്ങുമതി നബിയേ, യുദ്ധത്തിന് ഒരു സമ്പത്തും ഞങ്ങൾക്ക് വേണ്ട യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകളായ സഹാബത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വ അബ്നാഇൽ അൻസാർ, ഈ അൻസാറുകളുടെ മക്കൾക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. വ അബ്നാഇൽ അൻസാർ, ഈ അൻസാറുകളുടെ മക്കളുടെ മക്കൾക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാ സഹാബത്തും ആ ഹദീസിന്റെ അവസാനം പറയുന്നത്, ആ അന്തരീക്ഷത്തിൽ പിന്നെ തേങ്ങിക്കരച്ചിലുകളല്ലാതെ മറ്റൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഇൻക്ലൂസിവിറ്റി, ഇത് നബി തങ്ങൾക്ക് കഴിയുള്ളൂ. അല്ലാഹു ആ നബിന്റെ ഉത്തമ സമുദായത്തിൽപ്പെട്ടവരായി നമ്മളൊക്കെ മാറ്റി തരട്ടെ. നബി തങ്ങളെ സ്നേഹിക്കണം. എല്ലാ രംഗത്തും ആദരവ് കാണിച്ചാണ്. എല്ലാ രംഗത്തും ഒരാളോട് സമീപിക്കേണ്ട രംഗത്ത്, എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ട രംഗത്ത്, മറ്റുള്ളവരെ സഹായിക്കേണ്ട രംഗത്ത്. നമുക്കൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചവരാണ് മക്കാരെ, എല്ലാ വിധത്തിലും ഉപദ്രവിച്ചു. എന്നിട്ട് നബി തങ്ങൾ മദീനയിൽ വന്നിട്ട് ഏകദേശം ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോ, അന്ന് ഞാൻ പറഞ്ഞല്ലോ മക്കയിലൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും മക്കയിൽ നേരം പുലർന്നാൽ അവരാലോചിക്കുന്നത് ഇന്ന് മുഹമ്മദിനെതിരെ എന്താണ് കുത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത്. ആളെ പറഞ്ഞേക്കും. പലപ്പോഴും നബിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷമൂട്ടിയ വാളുകൊണ്ട് ആളെ മദീനത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലൂടെ മദീനയിലുള്ള ജൂത ഗോത്രങ്ങൾ